ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞപ്പോൾ തമ്പുരായിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്ത്രീകൾക്ക് വേണ്ട കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകൾ അറിയാമെന്നുള്ളത് പ്രത്യേകം പറഞ്ഞത്. കാരണം നമ്മൾ സ്ത്രീകൾ, അതായത് വീട്ടമ്മമാർ പ്രത്യേകിച്ചും, നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും. നേരത്തെ അവർക്ക് ഭക്ഷണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. രാവിലെ നമ്മൾ ഒരു റുട്ടീനായിട്ട് നമ്മളല്ലേ ഒരു സമയത്ത് നമ്മളിങ്ങനെ എഴുന്നേൽത്തിട്ട് പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ രാത്രി ആവണ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം എല്ലാവരും രാത്രി കിടന്നിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെയോ നമ്മൾ ഓടിപ്പോണു, കുളിക്കണു, പോരണു അല്ലേ. കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മുടെ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിക്കണില്ല. എന്നാൽ സൗന്ദര്യം, എന്ത് സൗന്ദര്യം നോക്കില്ല എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളും നമ്മുടെ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കൊരു 10-40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നമ്മുടെ വയസ്സിനേക്കാൾ, അതായത് അക്കങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് പ്രായം തോന്നിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഉണ്ടായിപ്പോവും അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരും ഇതിങ്ങനെ തന്നെ പണികൾ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കൂട്ടാൻ വെക്കുക, എന്താ ടിഫിൻ ഉണ്ടാക്കുക എന്നുള്ള ആലോചനകളാണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ. അതുപോലെ നമ്മൾ മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്ത് കൊടുക്കേണ്ടത് സമയാസമയങ്ങൾ ആലോചിക്കുക. വീട്ടിൽ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളും കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ശ്രദ്ധയും കരുതലും കാര്യങ്ങളും നമുക്കുള്ളത് കൊണ്ടും അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഓടി 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 നമുക്ക് പണിയാനായിട്ട് പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഒരുപോലെ നശിച്ചു പോവുകയാണ് അല്ലേ. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ എത്രയോ പെട്ടെന്ന് പ്രായമുള്ള പോലെ തോന്നിക്കും, ശരീരം കൊണ്ട് അങ്ങനെ തോന്നിക്കും. അപ്പം നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുടിയാണെങ്കിലും എല്ലാം പോവും. അപ്പം നമ്മൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങുക. പക്ഷെ അപ്പോഴേക്കും സമയം പോയി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സൗന്ദര്യം നോക്കണം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നതാണ്. പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾക്കിടയിൽ കൂടി നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് എണ്ണ തേച്ചു അല്ലെങ്കിൽ അതിനും കൂടി നമ്മൾ മെനക്കിടണില്ല. 5 മിനിറ്റ് പോലും എടുക്കാതെ നമ്മൾ ഓടി കുളിമുറി കയറി വേഗം അങ്ങോട്ട് കുളിച്ചു പോരുകയാണ് അല്ലേ. അതിനിടയ്ക്ക് എത്ര പേര് തങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? ആരും ഇല്ല. ചുരുക്കം ചിലപ്പോൾ 100-ൽ ഒരാളറ്റെ ശ്രദ്ധിച്ചാലായിട്ടോ. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പിന്നീട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് മാരകമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്ത രീതിയിൽ നമുക്ക് ഒരു ഡോക്ടറെ കാണാനോ കാര്യങ്ങൾക്കോ സാധിക്കും. അപ്പം നമുക്ക് കുറച്ചൊക്കെ ശ്രദ്ധ നമ്മുടെ കാര്യങ്ങളിൽ വേണം. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് ധൃതി പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓടിപ്പോയി കുളിക്കുക. അപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പറയാൻ എളുപ്പമാണ്, കാര്യങ്ങൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പ് തേക്കുന്ന സമയം, നമ്മുടെ മേത്ത് വെള്ളമൊഴിച്ച് സോപ്പ് തേക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് സ്പർശിച്ചാൽ അറിയാം. അപ്പോൾ ആ രീതിയിലൊന്ന് നമുക്ക് തൊട്ട് നോക്കിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനായിട്ട് നമുക്ക് തടയാനായിട്ട് കഴിയും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ കക്ഷത്തൊക്കെ തേക്കുമ്പോൾ കക്ഷം നമ്മൾ 2 കക്ഷും ഓരോ കൈക്കൊണ്ടൊക്കെ ഒന്നിങ്ങനെ ഒന്ന് പരതി നോക്കാം, ഒന്ന് തൊട്ട് നോക്കാം. അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ വല്ല തടിപ്പുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലും നമുക്ക് സോപ്പൊക്കെ തേച്ച് കുളിക്കുന്ന സമയത്താണല്ലോ നമ്മളിപ്പോൾ ഇതിനൊക്കെ മെനക്കിടുക. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് നമുക്ക് ചിലവാക്കണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ ഞാൻ പറയാൻ കാരണം, നമ്മളങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കക്ഷത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബ്രസ്റ്റിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ചില തടിപ്പ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാലും ഡോക്ടർ പറയും നിങ്ങൾക്ക് തോന്നുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറയും. അങ്ങനെ പറഞ്ഞൊരു അനുഭവം ഞാൻ അറിയുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 2 സ്ത്രീകളുടെ കാര്യം ഞാൻ പറയാം. ഒരു സ്ത്രീക്ക്
കക്ഷത്തും ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിലും ഇങ്ങനെ തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രസ്റ്റിൽ തടിപ്പ് കണ്ട സ്ത്രീ ഇതുപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ അവർ ഹസ്ബൻഡിനോട് പറഞ്ഞു അത്ര. അപ്പോൾ ഹസ്ബൻഡ് തൊട്ട് നോക്കിയപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തടിപ്പുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അന്ന് ഇവിടെ വടക്കാഞ്ചേരിയിൽ ക്ലബിൻ്റെ വക ഇവിടെ ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചോളൂ, ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നതാണ്, അപ്പോൾ ഒന്ന് കാണിച്ചോളൂ എന്ന് പറഞ്ഞു. അത് അന്ന് അവർ കൊണ്ടുപോയി കാണിച്ചത് വളരെ നല്ലൊരു കാര്യമായി. കാരണം അവർ പിന്നീട് എന്നോട് എത്ര പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അറിയോ, ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ കാരണം ഇങ്ങനെ അറിയാൻ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്, രക്ഷപ്പെടാനായിട്ട് പറ്റിയത്, അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് സംശയമായി. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത് അവർ പറഞ്ഞു തരാം. അപ്പോൾ ആ ഡോക്ടർ ഞാൻ അറിയുന്ന ഡോക്ടറായിരുന്നു, ഒരു ഗൈനക്കോളജിനെയാണ്, പക്ഷെ ഞാൻ അറിയുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് വിളിച്ച് പറഞ്ഞു അവർക്ക് ഇങ്ങനെ അങ്ങനെ അതുണ്ട്, ചെറുതായിട്ട് എനിക്ക് സംശയം തോന്നുന്നുണ്ട്, ഞാൻ RCCയിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാമ്പ് വഴി ആയതുകൊണ്ട് RCC പോകാനായിട്ടുള്ള ബസ്സിനും ട്രെയിനാണെങ്കിലും ഫ്രീ ആയിട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ട്രീറ്റ്മെൻറ്റിന് പോണവർക്ക് ഉണ്ട്, പക്ഷേ ഇവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ ഇവർ RCCയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മുൻകൂട്ടിയിട്ടൊന്നും അറിഞ്ഞില്ല, ആ സമയം ഒട്ടും സമയം കളഞ്ഞിട്ടില്ല കേട്ടോ. അവർ കണ്ടു, ആ ദിവസം എന്നെ വിളിച്ചു. അതിൻ്റെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ അവർ പങ്കെടുത്ത് അങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ ബ്രസ്റ്റിലുണ്ടായ കാര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ കക്ഷത്ത് ഇങ്ങനെ ഒരു സ്ത്രീ അവർ കുളിക്കുന്ന സമയത്ത് അവരുടെ അമ്മയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ക്യാൻസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരെപ്പോഴും അത് ശ്രദ്ധിക്കും അത്ര. അങ്ങനെ കുളിക്കുന്ന സമയത്ത് കക്ഷത്താണെങ്കിലും ബ്രസ്റ്റിലാണെങ്കിലും അവരിടയ്ക്കൊന്ന് തടവി നോക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് കക്ഷത്ത് മുഴ അവർക്ക് ഫീൽ ചെയ്തു, അവർക്ക് തൊടുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അവർ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് അങ്ങനെ തൊട്ടപ്പോൾ ഫീൽ ചെയ്തു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലാണ്, കാരണം നിങ്ങളുടെ അമ്മയ്ക്ക് ഈ അസുഖം ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലിങ്ങനെ ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇവിടെ ഉണ്ട്, തടിപ്പുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ തോന്നൽ മാത്രമാണ് പറഞ്ഞിട്ട് ആ ഡോക്ടർ അവരെന്നെ വിട്ടു. അപ്പോൾ ഇവരുടെ നിർബന്ധത്തിന് എന്ത് ചെയ്തു, സ്വയം പോയിട്ട് സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ തടിപ്പുകൾ 2-3 മുഴ ഉണ്ടായിരുന്നു ഇത്ര കേട്ടോ. അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ട് ഈ ഡോക്ടറോടൊക്കെ കാണിച്ചു. സാറല്ലേ പറഞ്ഞത് ഇങ്ങനെ സ്കാനിങ്ങിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത് നോക്കി ഉടനെ അതുപോലെ RCCയിലേക്ക് വിട്ടു. അപ്പോൾ അവർക്ക് ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ സ്വയം ഈ ഒരു തോന്നൽ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശ്രദ്ധ കൊണ്ടും ആണ് ഇപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട് പറ്റിയത്, അങ്ങനെ ചെയ്തത് വളരെ നന്നായി. എനിക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വയം ഉള്ളൊരു ഫീലിംഗാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സോറി എന്നൊക്കെ ഡോക്ടർ സോറി പറഞ്ഞു. എന്തായാലും ഇപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, പ്രശ്നങ്ങളില്ല. അപ്പോൾ അവിടുന്ന് അത് സർജറി ചെയ്ത് കളഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സർജറി ചെയ്ത് കളഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരുടെ ആ ഒരു ശ്രദ്ധ കൊണ്ട് അങ്ങനെ അത് മാറിപ്പോയി. അപ്പോൾ അവർക്ക് അവരുടെ അമ്മയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ അത്രയും ശ്രദ്ധിക്കാൻ കാരണം ഉണ്ടായത്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ട്, നമ്മൾ എത്രയൊക്കെ സമയം എടുത്ത് കുളിച്ചാലും ഇല്ലെങ്കിലും ശ്രദ്ധിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കക്ഷത്തും അതുപോലെ തന്നെ ബ്രസ്റ്റിലും നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ കൈക്കൊണ്ടൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്നിങ്ങനെ തടവി നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത് പ്രശ്നങ്ങളുള്ളതായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ പാൽഗ്രന്ഥിയിൽ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാലങ്ങളായി, അപ്പോൾ അങ്ങനെ വെള്ളം ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴും അങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്ക് മെൻസസ് പീരീഡിൽ നമുക്കുണ്ടാവും ബ്രസ്റ്റിന് ഒരു പെയിനും, അതുപോലെ തന്നെ കക്ഷത്തും നമുക്കൊരു പെയിനൊക്കെ. ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, കാരണം മെൻസസ് നമുക്ക് ആ ടൈമിൽ നമുക്ക് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കും. പക്ഷെ എല്ലാം അങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കരുത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് ബ്രസ്റ്റിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലെ നമുക്കിങ്ങനെ കുത്തലുണ്ടാവും അല്ലേ, അതും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ആ സമയങ്ങളിലൊക്കെ സംഭവിക്കാം. മെൻസസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും മെൻസസ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും.
സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വല്ല രീതിയിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഒരു 10-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ട് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറയും, മറ്റൊരാളോട് നമുക്ക് പറയാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിലത്തെ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചിയാണെങ്കിലും പറയും, എന്തെങ്കിലും നോക്കാൻ ഡോക്ടറെ പോയി കാണാനും കാര്യങ്ങൾക്കും പേടിയ കുട്ടിയെ. കാരണം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയെന്ന് ഇങ്ങനെ നോക്കിയാലല്ല അറിയാം, അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് പറയും. ശരിയാണ്, നമുക്കൊരു പേടിയാണ് അല്ലേ ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോടും അല്ലെങ്കിൽ കാണിക്കും, അതൊക്കെ ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കഷ്ടപ്പെടാനും നമ്മൾ ശ്രമിക്കും. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ടെൻഷൻ തന്നെയാണ് അല്ലേ. നിസ്സാരം ഒരു തലവേദനയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആണെങ്കിലും നമ്മൾ കഴിയുന്നതും നമ്മൾ ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ എന്തെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തു അങ്ങനെയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, ബോധ്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ പീരീഡ് തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ നമുക്ക് മെൻസസ് നോർമൽ നമുക്ക് ഇങ്ങനെ വരും. അതിനിപ്പോൾ ചിലപ്പോൾ 2 ദിവസം അങ്ങോട്ട് കയറിയിട്ടോ 2 ദിവസം അങ്ങോട്ട് ഇറങ്ങിയിട്ടോ ആവാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 1 മാസം നമ്മൾ പീരീഡ് ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് അത്ര കാര്യമാക്കില്ല. പക്ഷേ അങ്ങനെ ഒന്നിടപെട്ട മാസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണ രീതിയുടെ മാറ്റങ്ങളും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെയൊക്കെ ശരീരങ്ങളിലേക്ക്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു സ്കാനിങ്ങോ കാര്യങ്ങളോ പറയും. അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ബ്രസ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു വേദനയോ കല്ലിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിപ്പിളിൽ നമുക്ക് വെള്ളം പോലെ വരിക അല്ലെങ്കിൽ പാല് പോലെ വരിക. കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ട് കാലങ്ങളായി. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചൊരു ഡോക്ടറെ പോയി കാണേണ്ടത് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിപ്പിളിൽ നിന്നൊക്കെ വെള്ളം പോലെ വരിക അല്ലെങ്കിൽ പാല് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ഡോക്ടറെ പോയി കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് 30 വയസ്സൊക്കെ കഴിഞ്ഞ വജൈനൽ സ്മിയറൊക്കെ നോക്കലും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ടെസ്റ്റുകൾ നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു സ്ത്രീ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വിറ്റാമിൻ D3, അതുപോലെ B12, വിറ്റാമിൻ B12, അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ മാഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം എന്ന് വേണ്ട എല്ലാ മിനറൽസും കാര്യങ്ങളും അങ്ങനെയുള്ള ടെസ്റ്റുകൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്നാണ് പറയുക. ചിലപ്പോൾ നമ്മൾ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം ചെയ്യും, പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ തീർച്ചയായും നമ്മളിതൊക്കെ ചെയ്യണം. കാരണം ഇന്ന് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൂടുതലായിട്ട് സംഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പാരമ്പര്യമായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകളുണ്ടെങ്കിലും നമുക്ക് ഓർമ്മക്കുറവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, നമുക്ക് പ്രമേഹവും അതുപോലെ BP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവ് കൂടുതലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെ വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കുറവുകളും നമുക്ക് ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനത്തുള്ള ടെസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പണ്ടൊക്കെ നമ്മൾ വെയിൽ കൊണ്ട് നടക്കാനും അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ വെയിൽ കൊണ്ടിട്ടൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമുള്ള വിറ്റമിൻ ഇതൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ വെയിൽ കൊള്ളുന്നില്ല. എല്ലാവരും AC ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും, വീട്ടിലാണെങ്കിലും ഇപ്പം ഇന്നൊക്കെ AC ഒക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ് കൂടുതലായിട്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിത മാറ്റങ്ങളും എല്ലാം, നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം മാറ്റങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോന്നിനും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ സോഡിയം കുറയുന്നതും കാര്യങ്ങളും നമ്മൾ ഇത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും വിറ്റമിൻ D3, വിറ്റമിൻ B12 ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഓരോരുത്തരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത പനി, അതുപോലെ തന്നെ ശാരീരികമായ ക്ഷീണം, പിന്നെ നമുക്ക് എഴുന്നേൽക്കാൻ
വയ്യ, അല്ലെങ്കിൽ എപ്പോഴും തളർന്ന് കിടക്കുന്ന പോലെ, ക്ഷീണം എപ്പോഴും ഒന്നിനും വയ്യ, ആ രീതിയിലൊക്കെ പലർക്കും കാണും. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഡോക്ടർമാർക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവസാനം എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് പിന്നെ ഈ വിറ്റമിൻ B12 വിറ്റമിൻ D3 ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അതിലേക്ക് പിന്നീട് ലാസ്റ്റിലേ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക്, ഞാൻ അറിയുന്നൊരു ചേച്ചിക്ക് അങ്ങനെ ഉണ്ടായിട്ട് 1.5 വർഷത്തോളം അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് അവസാനമാണ് കണ്ടെത്തിയത് വിറ്റമിൻ്റെ കുറവാണെന്നുള്ളത്. അതുപോലെ തന്നെ മാഗ്നീഷ്യം കുറയുമ്പോൾ നമുക്ക് കാലുകൾ വലിച്ചിൽ, മുട്ടിന് താഴെ മസിലുണ്ടല്ലോ അവിടെ നമുക്ക് വലിച്ചിൽ, കടച്ചിൽ, വേദന ഇതൊക്കെ ഉണ്ടാവും. അത് മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. പിന്നെ മാഗ്നീഷ്യം കുറയുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഈ മാറ്റങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സ്വയം മനസ്സിലാക്കാനായിട്ടോ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. മാഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ വിറ്റമിൻ്റെ ടെസ്റ്റുകൾ, പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ HbA1c എന്തെങ്കിലും നോക്കിയാലും മതി, അങ്ങനെ നോക്കുക. അതുപോലെ നമ്മൾ BP-യുടെ വേരിയേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ഒന്ന് ബ്രസ്റ്റിലും കക്ഷത്തൊക്കെ ഒന്ന് തടവി നോക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതിപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അതങ്ങനെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ആരോഗ്യപരമായൊരു ജീവിതത്തിൽ നമുക്കുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.